ഗുരുവായൂരിൽ ബി.ജെ.പിയിലും പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം കെ സുമേഷ് കുമാർ പാർട്ടി വിട്ടു. 14 വർഷത്തെ ബി.ജെ.പി പ്രവർത്തനത്തിനാണ് അദ്ദേഹം വിരാമമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിത്വവും അതിൽ തന്നെ ബി.ജെ.പിയിൽ നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് അംഗത്വം എടുത്തതിന് ശേഷം വളരെ സജീവമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാ സമരങ്ങളുടെയും മുൻനിരയിൽ തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ഒരാളാണ്. പാർട്ടി എനിക്ക് അവിടെ സീറ്റ് നൽകാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർഡിലും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരുന്നു. എങ്കിൽ പെട്ടെന്നൊരു ദിവസം നോമിനേഷൻ കൊടുക്കാമെന്നുള്ളതിൻ്റെ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ദിവസം മുമ്പാണ് താങ്കളല്ല സ്ഥാനാർത്ഥി എന്ന് അവിടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ കാരണങ്ങളിൽ ഞാൻ തൃപ്തനല്ലായിരുന്നു. പാർട്ടി പറഞ്ഞ പ്രധാന കാരണം സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഷർ നിലവിലിപ്പോൾ അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു ജനറൽ വാർഡാണെങ്കിൽ കൂടി സിറ്റിംഗ് കൗൺസിലർ എന്നുള്ള ഒരു പ്രയോറിറ്റി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത കുറേ ന്യായീകരണങ്ങൾ പിന്നെയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർട്ടി വിടാമെന്ന് തീരുമാനിച്ചത്. ഹൈസ്കൂൾ 34-ാം വാർഡ് സീറ്റ് തനിക്ക് നൽകാമെന്ന് ഉറപ്പ് നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ നിലവിലെ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാണ് സീറ്റ് നൽകിയത്. ജനറൽ സീറ്റ് പുരുഷന് നൽകണമെന്ന ജില്ലാ കമ്മിറ്റി തീരുമാനമുണ്ടായിട്ടും അത് വെടിഞ്ഞ് വനിതയ്ക്ക് സീറ്റ് മാറ്റിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുമേഷ് പറഞ്ഞു. ഇന്ന് രാജിവെച്ചപ്പോൾ അതിൻ്റെ ഒരു പലരുടെയും സംശയം ഞാൻ ബി.ജെ.പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാത്രമാണോ രാജിവെച്ചതെന്നുള്ളതാണ്. അതല്ല, ഞാൻ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒഴിവായിരിക്കുകയാണ്. തീർത്തും സ്വതന്ത്രമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനിയുള്ള എൻ്റെ പൊതുപ്രവർത്തനങ്ങളും രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഇടപെടലുകളും ഒരു സ്വതന്ത്രനായിക്കൊണ്ട് തന്നെ ആയിരിക്കും എന്നതിനാണ്. ഗുരുവായൂർ രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്രന് ഒരുപാട് സ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് മുൻകാലത്തെ സ്വതന്ത്രന്മാരെല്ലാം ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വാർഡ് 34-ൽ നിന്ന് ഇന്ന് എനിക്ക് കിട്ടുന്ന പിന്തുണ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ ഒരു രാഷ്ട്രീയ മുഖമുണ്ടായിരുന്ന എന്നോട് അപ്രോച്ച് ചെയ്തിരുന്ന രീതിയിലല്ല സത്യത്തിൽ ഇപ്പോൾ കുറേ കൂടി സ്നേഹം എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ വാർഡ് 34-ൽ നിന്നും ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയും വാർഡ് കൗൺസിലറും ഞാനായിരിക്കുമെന്നുള്ളതിൽ എനിക്കും വാർഡിലെ ജനങ്ങൾക്കും യാതൊരുവിധ സംശയവുമില്ല. സാമുദായിക സമ്മർദ്ദം സീറ്റിനെ സ്വാധീനിച്ചുവെന്നും ഈ കാലത്തും സാമുദായിക സംഘടനകളുടെ പിരിമുറുക്കം പാർട്ടികളെ വിട്ടുമാറാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. വാർഡിലെ മുൻ കൗൺസിലർ ആയിരുന്ന സാമുദായിക പിന്തുണ ഉയർത്തിക്കൊണ്ടാണെന്ന് സുമേഷ് ആരോപിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ 34-ാം വാർഡിൽ ഞാൻ വീണ്ടും ജനവിധി തേടുകയാണ്. എല്ലാ നാട്ടുകാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും സമ്മതത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. വളരെ സന്തോഷത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് അതേ വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത ഞാൻ ഇത്തവണ ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചിഹ്നം ഏതാണെന്നുള്ളത് വ്യക്തമാവും. അതോടുകൂടി വളരെ സജീവമായിട്ട് ഞാൻ ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും. തീർത്തും ചില സാങ്കേതിക കാരണങ്ങളാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഗുരുവായൂർ നഗരസഭയിൽ ഗുരുവായൂർ ക്ഷേത്രത്തോട് തൊട്ട് കിടക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലയ്ക്ക് ആ വാർഡിൻ്റെ വികസനം വളരെ മന്ദഗതിയിലും വളരെ ശോചനീയമായ രീതിയിലുമാണ് കഴിഞ്ഞ വർഷങ്ങളായി കടന്നു പോകുന്നത്. ക്ഷേത്രനഗരിയോട് തൊട്ട് കിടക്കുന്ന വാർഡിൻ്റെ വലിയ തോടുൾപ്പെടെ കുടിവെള്ള വിതരണം ഉൾപ്പെടെ മറ്റ് കാനകളും മറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഒരുപാട് കുറവുകൾ ആ ക്ഷേത്രനഗരിയോട് ചേർന്ന് നിൽക്കുന്ന ഈ വാർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നാളിതുവരെ ആ വാർഡിൽ ഭരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ജനപ്രതിനിധികളുടെ പിടിപ്പുകേടായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വളരെ ആ വാർഡിലെ ഓരോ വീട്ടിലും ഓരോ ജനങ്ങളോടും വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ വോട്ട് ചോദിച്ചു വരുമ്പോഴും
ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോഴും ഓരോ വീട്ടുകാരും എടുത്തു പറഞ്ഞ വിഷയവും ഇത് തന്നെയാണ്. എനിക്ക് വളരെയധികം കോൺഫിഡൻ്റ് ഉണ്ട്, ആ വാർഡിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല വികസനത്തെക്കുറിച്ചിട്ടും പൊതുജന ആരോഗ്യത്തെക്കുറിച്ചിട്ടും സംസാരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ തീർത്തും സാമുദായിക സംഘടനകളുടെ ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടുത്തെ പല പാർട്ടികൾക്കും വിട്ടുമാറാനായിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. ഒരിക്കലും ഒരു ജാതീയ വേർതിരിവോട് കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കരുത്. വികസന താല്പര്യരായിട്ടുള്ളതും പൊതുജന ആരോഗ്യം സംരക്ഷിക്കാനും പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ എല്ലാ വാർഡിലും ഈ വാർഡിൽ എല്ലാ വാർഡിലും അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നഗരസഭയിലേക്ക് അയക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഒരു സ്വതന്ത്രന് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മുൻകാലങ്ങളിൽ ജയിച്ച സ്വതന്ത്രന്മാർ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വതന്ത്രൻ എന്നുള്ളത് ഞാനൊരു കുറവായി കാണുന്നില്ല. അത് എൻ്റെ വാർഡിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളല്ല, അവരെല്ലാം സ്വതന്ത്രമായി ചിന്തിക്കുന്ന വോട്ടർമാരാണ്. അതുകൊണ്ട് ജയിക്കും എന്നുള്ള വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. BJP വിട്ടത് ഭാരവാഹിത്വത്തിൽ നിന്നും മാത്രമല്ല, പാർട്ടിയിലെ എല്ലാ ചുമതലകളിൽ നിന്നുമാണ്. BJP പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ താൻ പൂർണ്ണമായും പിന്മാറുന്നുവെന്നും സുമേഷ് വ്യക്തമാക്കി. സ്വതന്ത്രനായാണ് ഇനി രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും KK സുമേഷ് അറിയിച്ചു. സെറ്റ്കോ ന്യൂസ്, ഗുരുവായൂർ.